നമ്മൾ ഏത്തപ്പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. ഏത്തപ്പഴം പഴുത്തുപോയാൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര മടിയാണ് കഴിക്കാൻ, അല്ലേ? എന്നാൽ ഇതുപോലെയൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. ഇതുണ്ടാക്കാനായി വളരെ കുറഞ്ഞ ചേരുവകളും സമയവും മാത്രം മതിയാകും. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ പഴുത്ത പഴമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് വഴന്നു വരുന്നതാണ്. ഇതിലേക്ക് 2 ഏലക്ക ചതച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതുകൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇതുകൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. തേങ്ങ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴത്തിൻ്റെ മധുരവും നോക്കി വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇടയിൽ ഒന്ന് ഉടച്ചു കൊടുക്കുകയും കൂടെ വേണം. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റവ കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. റവ കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റവ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ പഴുപ്പനുസരിച്ച് റവയുടെ ആവശ്യം വേണ്ടി വന്നേക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ചൂടാറിയതിന് ശേഷം ഇതിനെ നമുക്ക് ചെറിയ ബോളാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബോളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. പഴം കഴിക്കാനായി മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അതിനായി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓരോ ബോൾസും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇതിനെ വറുത്തെടുക്കാൻ.
ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു അരിപ്പക്കയിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു അരിപ്പക്കയിലേക്ക് മാറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഏത്തപ്പഴം കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും